നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി. ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. എന്താ ഫ്രാൻസിസേ, മൂന്നാം മുറ ഉപയോഗിക്കാനുള്ള പരിപാടിയാണോ? അതൊക്കെ ഞാൻ വെറുതെ ബാക്കിയുള്ളവരെ കേൾപ്പിക്കാൻ വേണ്ടി പറയണതല്ലേ. നമ്മൾ തമ്മിൽ ശത്രുതയുണ്ടെന്ന് അവർ വിചാരിക്കുന്നതാ നല്ലത്. അല്ല, സഞ്ജു എന്നെ വിളിച്ചിരുന്നു. നിനക്കെതിരെയുള്ള കേസ് ഭയങ്കര സ്ട്രോങ് ആണെന്ന് അവൻ പറഞ്ഞത്. അതുകൊണ്ട് ജാമ്യം കിട്ടാൻ സാധ്യതയില്ലെന്ന വക്കീല് പറഞ്ഞു. ജയിലിൽ പോലീസുകാർക്ക് നിന്നെ കൈ കിട്ടിയാലേ ഇത്രയും കാലം പോലീസുകാർക്ക് നിന്നോടുള്ള ദേഷ്യം അവർ ഒരുമിച്ച് തീർക്കും. അതുകൊണ്ട് നിന്നെ എത്രയും പെട്ടെന്ന് ഇവിടുന്ന് ഇറക്കാനാ സഞ്ജു പറഞ്ഞത്. ജാമ്യം കിട്ടാതെ എങ്ങനെ ഇറങ്ങാനാ? അതിനല്ലേ ഞാൻ വന്നത്. ഞാനേ ഇപ്പൊ വരാന്നും പറഞ്ഞു പോയതേ CCTV ഓഫ് ചെയ്യാനും ഇന്നത്തെ റെക്കോർഡ് ചെയ്ത ഫയലേ ഡിലീറ്റ് ചെയ്യാനാണ്. ദേ, വാതില് തുറന്നു കിടപ്പുണ്ട്. സിമ്പിളായി ഇവിടുന്ന് ഇറങ്ങിപ്പോയാ മതി. ബാക്കി കാര്യങ്ങളൊക്കെ സഞ്ജും ഗോപാൽജി നോക്കിക്കോളും. ഞാൻ ഇറങ്ങി പോകുമ്പോ പുറകീന്ന് വെടിവെക്കാനുള്ള പരിപാടി എങ്ങനെയാണോ? ഞാനൊരു സാധാരണ ഹെഡ് കോൺസ്റ്റബിളാണ് ഗിരി. എന്റെ കയ്യിൽ എവിടെന്നാ തോക്ക്? പിന്നെ നിന്നെ ചതിച്ച ഗോപാൽജി എന്നെ വെറുതെ വിടുവോ? താൻ അറിഞ്ഞുകൊണ്ട് എനിക്കൊരു ഉപകാരം ചെയ്യുമെന്ന് വിശ്വസിക്കാൻ എനിക്ക് കുറച്ച് പ്രയാസമുണ്ട്. ഫ്രാൻസിസ് എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഒരു കാര്യത്തിന് വേണ്ടി മാത്ര. കാശ്. അതെനിക്ക് സഞ്ജുന്റെ കയ്യിൽ നിന്ന് കിട്ടി, ബോധിച്ചിട്ടുണ്ട്. മഞ്ജും അരവിന്ദ് സാറും വൈകാതെ തിരിച്ചെത്തും. നമ്മുടെ കയ്യിലേ അധികം സമയമില്ല. നിനക്ക് പോകാൻ ഉദ്ദേശമില്ലെങ്കിൽ വേണ്ട, ഞാനിത് അടച്ചോളാം. അല്ലെങ്കിൽ എനിക്കറിയാം മോനെ, നീ ബുദ്ധിയുള്ള കൂട്ടത്തിലാണ്. അരവിന്ദാക്ഷൻ സാറേ, വേഗം സ്റ്റേഷനിലേക്ക് എത്താനുള്ള പരിപാടി നോക്ക്. ഞാനിവിടെ തന്നെയുണ്ട്. എനിക്ക് മഞ്ജുവിന്റെ പെരുമാറ്റത്തിൽ ഒരു സംശയം തോന്നിയോണ്ടേ അന്വേഷിക്കാൻ വന്നതാ. അതേതായാലും നന്നായി. സെല്ലിൽ ഇപ്പൊ പ്രതി ഇല്ല, അതറിയില്ല. സാറ് വേഗം വന്ന അന്വേഷണം തുടങ്ങായിരുന്നു. എന്നാ ശരി. ആരെ നോക്കണേ? നിന്റെ ഭർത്താവിനെയാണോ? അവൻ നിനക്ക് നല്ല 8ന്റെ പണി എന്നിട്ടേ മുങ്ങിക്കളഞ്ഞു. മയക്കുമരുന്ന് കേസിൽ അകത്ത് പോയാലേ കുറെ കാലം കിടക്കേണ്ടി വരുന്നു അവന് നന്നായിട്ടറിയാം. അതാ അവൻ ചാടിപ്പോയ. വൈകാതെ അവനെ പോലീസ് പൊക്കും. അപ്പോ കസ്റ്റഡിന്ന് ചാടിയതിന്റെ ശിക്ഷ കൂടി അവന്റെ തലക്കിരിക്കും. പക്ഷേ അവനെ വിശ്വസിച്ച് നിന്റെ കാര്യം കട്ടപ്പുകയാവില്ല മോളെ.
സെല്ലി കിടക്കണ കുറ്റവാളി രക്ഷപ്പെടാണ്ട് നോക്കേണ്ടതേ സ്റ്റേഷൻ ഡ്യൂട്ടിയിലുള്ള പോലീസ് ഓഫീസറാ. അതായത് ഗിരി ചാടിയതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം നിന്റെ തലയിലാ വീഴാൻ പോണേ. കുറഞ്ഞതേ ഒരു സസ്പെൻഷനെങ്കിലും ഉറപ്പാ. എന്റെ കണക്കൂട്ടൽ ശരിയാണെങ്കിൽ വൈകാതെ നിന്റെ ജോലിയും പോകും. കൂട്ടിക്കിടന്ന സെല്ല് ഗിരിയേട്ടൻ ഒറ്റയ്ക്ക് തുറക്കാൻ പറ്റില്ലല്ലോ. പിന്നെങ്ങനെയാ ഗിരിയേട്ടൻ പുറത്തിറങ്ങിയത്? നീ താക്കോല് കൊടുത്തു തുറന്നു കാണും. ഞാനല്ല സെല്ല് തുറന്നത്. അത് പറഞ്ഞ ആരെങ്കിലും വിശ്വസിക്കോ? സ്വന്തം ഭർത്താവിനെ രക്ഷിക്കാൻ ഒരു ഭാര്യ ശ്രമിക്കുന്നതിൽ തെറ്റില്ലെന്ന് പറയുന്നവരുണ്ടാവും. പക്ഷേ അതുകൊണ്ടൊന്നും നിന്റെ ജോലി പോകുന്നത് തടയാൻ പറ്റില്ല മോളെ. സാറാണ് ഗിരിയേട്ടനെ തുറന്നു വിട്ടേന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അതറിഞ്ഞിട്ട് നിനക്ക് എന്ത് ചെയ്യാനാ? ഇനി നീ യൂണിഫോം അണിയില്ല, അതെന്റെ ഉറപ്പാ. എന്നെ തുറിച്ചു നോക്കണ്ട, ഞാൻ സെല്ല് തുറന്നു കൊടുത്തേ ഉള്ളൂ. നിന്റെ ജോലി പൊക്കോട്ടെ എന്ന് കരുതി ഇവിടുന്ന് ഇറങ്ങിപ്പോയതേ നിന്റെ ഭർത്താവാ. അവൻ ഇപ്പോഴും നിന്നോടുള്ള പ്രതികാരത്തിന് ഒരു കുറവും വന്നിട്ടില്ല. ആ, അരവിന്ദാഷൻ സാറും കൂട്ടരും വന്നല്ലോ. ആ സാറ് കണ്ടല്ലോ, ഗിരി രക്ഷപ്പെട്ടു. മഞ്ജു, എന്താ സംഭവിച്ചത്? ഇതൊക്കെ ചോദിക്കാനുണ്ടോ? ഭർത്താവിനെ രക്ഷിക്കാൻ വേണ്ടി മഞ്ജു ഒരു കളി കളിച്ചതാ അല്ലേ മഞ്ജു? ഇതൊന്നും മനസ്സിലാക്കാതെ ഇവളെ തന്നെ നൈറ്റ് ഡ്യൂട്ടിക്ക് ഇട്ട് സാറിനെ പറഞ്ഞായല്ലോ. ഇപ്പൊ പ്രതി രക്ഷപ്പെട്ടപ്പോ സമാധാനായില്ലേ? അതിന് ആര് രക്ഷപ്പെട്ടു? എവിടെ പോയതാ ഗിരി? ഞാനൊന്ന് ടോയ്ലറ്റിൽ പോയതല്ലേ. മഞ്ജു എന്നെ അവിടെ കൊണ്ടാക്കിയത്. അയ്യോ പച്ചക്കള്ള സാറേ, ഞാൻ സ്റ്റേഷനിൽ വന്നപ്പോഴേ ഇവിടെ ആരും ഉണ്ടായിരുന്നില്ല. ഇവിടെ സ്റ്റേഷൻ തുറന്നിട്ട് പോയേക്കായിരുന്നു. അല്ല സാർ, ഞാനും മഞ്ജു ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. വേണമെങ്കിൽ CCTV ഫുട്ടേജ് നോക്കാൻ പറ. അല്ലേ ഫ്രാൻസിസ് സാറേ? ഞാനത് നോക്കാൻ പോയതാ സാറേ. ആരോ ഇന്നത്തെ മുഴുവൻ ഫുട്ടേജും ഡിലീറ്റ് ചെയ്തു. എന്താ ഫ്രാൻസിസ് സാറേ ഇത്? മഞ്ജുവിനോട് സാറിന് വൈരാഗ്യം ഉണ്ടെന്നൊക്കെ എനിക്കറിയാം. അതിനിങ്ങനെയൊക്കെ ചെയ്യാവോ? അയ്യോ ഞാനോ? പിന്നാരാ, ഞാനോ? ആ മഞ്ജു വന്ന് പൂട്ടിയര്. താനൊക്കെ എന്തിനാടോ ഡ്യൂട്ടിക്കാണെന്നും പറഞ്ഞ് ഇങ്ങോട്ട് വന്നത്? വെറുതെ പാര വെക്കാൻ മാത്രം കൊള്ളാം. കഷ്ടം തന്നെ. നീ എന്താടാ രക്ഷപ്പെടാഞ്ഞത്? വിശ്വസിച്ച് കൂടെ നിൽക്കുന്നവരെ ചതിക്കുന്ന ശീലം ഈ ഗിരിക്കില്ല. അതുകൊണ്ട് ഇവളെ തോൽപ്പിക്കാൻ ഞാൻ തന്റെ കൂടെ നിൽക്കുമെന്ന് താൻ ഒരിക്കലും കരുതണ്ട. നീ ചെയ്തത് എത്ര വലിയ മണ്ടത്തരാണെന്ന് നിനക്ക് വൈകാതെ മനസ്സിലാവും. ഓ, കോടതിയിൽ നിന്ന് നിനക്ക് ഒരിക്കലും ജാമ്യം കിട്ടില്ലടാ. ഇവിടെ നിന്ന് ഇനി പോകുന്നതേ ജയിലിലേക്കായിരിക്കും. ഈ കേസിൽ നിന്ന് എന്തായാലും രക്ഷപ്പെടുമെന്ന് ഉറപ്പുള്ളതുകൊണ്ട് തന്നെയാ ഞാൻ രക്ഷപ്പെടാൻ ശ്രമിക്കാത്തത്. നാളെ ഞാൻ എന്റെ വീട്ടിലേക്ക് പോകും. താൻ കണ്ടോ? കാണടാ. ഓ, എന്റെ കൂടെ നിൽക്കുമെന്ന് പറഞ്ഞത് സത്യസന്ധമായിട്ട് തന്നെയാണോ? അതെ,
നിന്റെ സ്ഥാനത്ത് ആരാണെങ്കിലും ഞാൻ ഇത് തന്നെ ചെയ്യൂ. അല്ലാതെ നിന്നോടുള്ള ഇഷ്ടം കൊണ്ടാണെന്ന് കരുതിയോ? എനിക്കങ്ങനെ കരുതാനാ ഇഷ്ടം. എന്തായി മൂന്ത? വലിയ പ്രതീക്ഷയൊന്നും വേണ്ട. എനിക്ക് അവനൊന്ന് കാണാൻ പറ്റുമോ? കണ്ടോളൂ.